എന്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാര് ഈ ഫീൽഡിലേക്ക് വരരുത്. അതെ 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 അതെ. ഇപ്പൊ മീൻസ് പണ്ണിനെടുക്കരുത്. ഹായ് മാലിനി, ഐ ആം കൃഷ്ണൻ. ഞാൻ ഇത് സുലേ ആകണോ നീ അവളോ അഴകണം. You're like my favorite song on the radio. I could listen to you all day. Hey, hello. This is RJ Sia with RJ Angel on Rise FM 91.7 for a fun time campus. Valentine's Day സ്പെഷ്യൽ ആയിട്ട് ഇത് നമ്മുടെ ഒപ്പം ഉള്ളത് IEDCയിലെ എക്സ്കോം ആണ്. സോ നൗ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് ദം. ആദ്യമായിട്ട് നമുക്ക് ഐശ്വര്യ ഷാജനാണ് വുമൺ ലീഡ്. ആൻഡ് പിന്നെ നമുക്ക് നിതീഷ് ടി COO of IEDC. പിന്നെ നമ്മുടെ ജെയിൻ CEO of IEDC. And then finally ഐശ്വര്യ ES IPR. Welcoming you all to Rise FM 91.7. സോ നമ്മുടെ കോളേജിൽ പ്രണയിക്കുന്നവർക്കും ഇനി പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നവരോടും നിങ്ങൾക്ക് എന്താ പറയാനുണ്ട്? ക്വസ്റ്റ്യൻ ടു ഫൈനൽ ഇയേഴ്സ് അതായത് നമ്മുടെ 4th ഇയേഴ്സ് നിതീഷും ജെയിനും പറയാം. നമ്മുടെ കോളേജിൽ പ്രണയിക്കുന്നവർക്കും ഇനി പ്രണയിക്കാൻ താല്പര്യപ്പെടുന്നവരോടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ചോദിച്ചത് എന്റെ അടുത്ത് സിഒ തന്നെ നമ്മുടെ ഉദ്ഘാടനമുണ്ട്. അത് ഒഴുതി മറിച്ചെടുക്കാണോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രണയിക്കാൻ താല്പര്യമുള്ളവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എല്ലാം പെട്ടെന്ന് ആയിക്കോ. അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പിന്നെ എന്താ പറയാ, ഇപ്പോ ലവ് അല്ലെങ്കിൽ എന്താ പറയാ പ്രണയം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്താ പറയാ അവഗണിക്കുന്ന ഒരു സാധനമല്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇപ്പൊ പ്രായപൂർത്തിയായി. ഓക്കെ, നമുക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈമായി. അപ്പൊ നമുക്ക് എന്താ പറയാ ഒരാളോട് ഇഷ്ടം തോന്നും. പക്ഷെ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് അവനും നാട്ടുകാർക്കും നല്ലത്. അത്രേ പറയാനുള്ളൂ. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാര് ഈ ഫീൽഡിലേക്ക് വരരുത്. നാശത്തേക്ക് നിങ്ങൾ പോവുക. ഓക്കെ, അപ്പൊ നോക്കിയും കണ്ട് ചെയ്യാ. പിന്നെ എന്താ പറയാ വാവിട്ട വാക്കും വാവിട്ട വാക്കും അയ്യോ വാവിട്ട വാക്കും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമെന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കുക, അല്ലെങ്കിൽ അവിടെ നിൽക്കുക. എനിക്കൊരു ചോദ്യം ഉണ്ട്, അത് ഇവനോടാണ്. അത് പറഞ്ഞാലേ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവര് ഇതിലേക്ക് ഇറങ്ങണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചത്? അപ്പൊ പിന്നെ പ്രണയിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ പ്രണയിക്കാണ്ട് വീട്ടില് ചോറ് ചെറിയ വെച്ച് ഇരിക്കാണെന്നാണോ നീ പറയണേ? കോട്ട് പറഞ്ഞില്ലേ, ലൈക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാന്നുള്ള മീൻസ് പണ്ണിനെടുക്കരുത്. പണ്ണിനെടുത്ത് കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ഇല്ലാത്ത ഇതാണെങ്കിൽ ഓക്കെ. അതിപ്പോ എക്സ്പീരിയൻസ്, അതായത് ഒരാ സംഭവം നടത്തി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആവുള്ളൂ എന്ന് വിചാരിച്ച് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് കുത്തിരിക്കല്ല. നമ്മളെ ആക്ട് ചെയ്യണം. ഓക്കെ, പക്ഷെ അത് എന്താ പറയാ ലൈഫ് ലോങ് ഉള്ള ഒരു ആക്ഷൻ ആയിരിക്കണം. അതെ 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 അതെ. Rapid fire round. So first question, who do you think has the most admirers in IEDC? Over to Nitish. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഏറ്റവും കൂടുതൽ അഡ്മയറിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും. കാരണം എന്ന് പറയാനായിട്ട് നമ്മള് റീസെന്റ് ആയിട്ട് നടത്തിയ ജംഷാഡ് തന്നെയാണ് അതിനൊരു മെയിൻ ആയിട്ട് റീസൺ വരുന്നത്. ജംഷാഡിന് വന്ന പിള്ളേരൊക്കെ കൂടുതൽ പേര് വോട്ട് ചെയ്തത് പൂക്കി എന്നുള്ള ഇനത്തില് ജയിനായിരിക്കും എന്നാണ് തോന്നുന്നത്. ഐശ്വര്യക്കും അത് തന്നെയാണോ? ലൈക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എക്സ്ട്രാ അടുപ്പൊന്നും ചെയ്യാനില്ല അധികം. പക്ഷെ ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടോ എന്താ മോനെ. Next question. Have you ever had a crush within IEDC itself? DJ. No. Yes, No. Why not?
Why not? എന്തുകൊണ്ട്? ഇല്ല ഇത് നിതീഷ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവന്റെ പേഴ്സണലാണെങ്കിൽ പിന്നെ എനിക്കും പേഴ്സണലായിരിക്കുമല്ലോ. ആർക്കും പുറത്തു പറയാൻ ആ താല്പര്യം. പുറത്തു പറയാൻ താല്പര്യമില്ല. Okay, fine. ഓക്കെ സീക്രട്ടീവ്. Okay, next question. If your love life was Bollywood, what would the title be? ഇത് എല്ലാവർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആട്ടാ. സോ ഫസ്റ്റ് ഐശ്വര്യ തന്നെ പറഞ്ഞു. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? If your love life was Bollywood, what would the title be? ആഗ്രഹമുള്ളത് യേജവാനിയാണ്. Nice move. പക്ഷെ എനിക്ക് തോന്നുന്നു ട്രാജഡി ആയിരിക്കുന്നു. മറ്റേ ഏതാണ് തുമാരെ കസമോ എന്താണ് ഇതിന്റെ പേര്? സനം തെരി കസമോ എന്ന് തോന്നുന്നുണ്ട്. ഓ, ഇപ്പൊ റീ-റിലീസ് ഇറങ്ങിയ മൂവി. എന്തുകൊണ്ട് പറഞ്ഞു അത്? അതും കൂടി പറ. Why you choose Ye Jawani Hai Diwani or something? ഐഡിയൽ യേജവാനി യേദിവാനി കൂടെ എല്ലാവർക്കും ആ ഒരു മൂവി ഇഷ്ടമാണ്. രണ്ട് ഭാഗത്തും ലൈക്ക് എൻജോയ്മെന്റ് എവറിത്തിങ് എക്സ്പ്ലോർ ആ ഭാഗത്ത് നോക്കുമ്പോ ഐഡിയൽ. മനസ്സിലായി. So next Jean പറ. ഈ ബോളിവുഡിൽ നടക്കുന്നതൊന്നും പ്രാക്ടിക്കൽ അല്ല. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കില്ല് മൂവിയാ. നല്ലോണം മനസ്സിലായി. അതെ ഞാൻ പിന്നെ ഹിന്ദി സിനിമകൾ കാണാറേ ഇല്ല. മലയാളം സിനിമയില് പ്രണയ സിനിമക്ക് ഏതാ ടീച്ചർമാരെ ഇങ്ങനെ പ്രണയിക്കണ വല്ലതും പറയുകയാണെങ്കിൽ മറ്റേ മലർ മിസ്സിന്റെ ഇത് പ്രേമൊക്കെ പറയുന്നു. പക്ഷെ നമുക്കങ്ങനെ അതാണ്. ബോളിവുഡ് മൂവീസ് കാണാത്ത സ്ഥിതിക്ക് നമുക്ക് പിന്നെ ഈ സ്നേഹം എന്നൊക്കെ പറയുകയാണെങ്കിൽ മറ്റേ അനിയത്തി പ്രാവ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. നല്ലൊരു സിനിമയായിരിക്കും. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കറക്റ്റ് ആണോ? വളരെയധികം മാച്ച് ചെയ്യുന്നല്ലേ. അനിയത്തി പ്രാവനല്ലേ അത് മറ്റേ കുഞ്ഞാഗോപൻ ഉള്ളത്? ബോളിവുഡ് അല്ലേ? എനിക്ക് തോന്നുന്നു ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ. അത് എല്ലാത്തിനും ഒരു കാരണം. ഓ മതി തല്ലി പിടിക്കല്ലേ. ഓക്കെ ഹലോ അതെ ഓക്കെ. എനിക്ക് മനസ്സിലായി. അപ്പോ നീരുവീഴ്ചയാണോ? പറഞ്ഞോളൂ. അതെ പറഞ്ഞോളൂ. അതെ അവൻ ലാസ്റ്റ് എന്നോട് പറഞ്ഞ അതവന്റെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. വരട്ടെ. അപ്പോ ഇത് എക്സ്കോമിന്റെ എൻഡായി വരികയാണ്. നമ്മുടെ ഇയർ എൻഡ് ആയതുകൊണ്ട് നെക്സ്റ്റ് എക്സ്കോം വരാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ നെക്സ്റ്റ് എക്സ്കോമിനോട് എന്താണ് പറയാനുള്ളത്? ആസ് വെൽ ആസ് ഈ ഫസ്റ്റ് ഇയേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് പറയാൻ തോന്നുന്നത് ആസ് സീനിയേഴ്സ്? ഇല്ല ഇത് പ്രിപ്പയർഡ് അല്ല. ഒക്കെ ഓപ്പൺ ആയി പറഞ്ഞാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പഠിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും തെറ്റിക്കും. എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതെ. അപ്പോ ഇപ്പൊ ഞങ്ങള് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോ ഞങ്ങൾ ഈ ഒരു വർഷം അത് ഫുള്ള് ടെക്നിക്കലി എന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ നീക്കി കളയണ സംഭവമല്ല. ഇതില് പല മെമ്മറീസ് വന്നിട്ടുണ്ട്, കുറെ പിണക്കങ്ങളും ഇണക്കങ്ങളും വന്നിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു എന്താ പറയാ വൈബായിരിക്കണം ഒരു സ്റ്റുഡന്റ് ചാപ്റ്റർ. ഫുള്ള് ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു കമ്മിറ്റ്മെന്റ് ചിലപ്പോൾ കുറഞ്ഞു പോകുന്നതാണ്. അത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഇനി വരുന്ന എക്സ്കോം ഞങ്ങളിൽ ഒരു സ്ട്രോങ്ങർ എക്സ്കോം ആവുമെന്ന് ഞാൻ ആശംസിക്കുന്നു. അതേപോലെ ഇതിൽ വരുന്ന ആൾക്കാര് എന്താ പറയാ ഒരു 90% എങ്കിലും കമ്മിറ്റ്മെന്റ് ആയിട്ട് വന്നോളൂ. അതായത് ഇത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചു തന്നിരിക്കുക. അപ്പൊ അതിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണം. അപ്പൊ ആ ഒരു പൊട്ടൻഷ്യല് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ചാപ്റ്റർ, ഇപ്പൊ IEDC മാത്രമല്ല പല സ്റ്റുഡന്റ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ കോളേജ് ലൈഫിൽ തന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാല് നിങ്ങൾ എങ്ങനെയാണ് വർക്ക് അണ്ടർ പ്രഷർ എന്ന് പഠിക്കും. അതേപോലെ എങ്ങനെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യണം എന്ന് പഠിക്കും. അതേപോലെ കുറെ മെമ്മറീസ് നമ്മുടെ ക്യാമ്പസ് ലൈഫില്
കൊണ്ടുവരാൻ പറ്റും. അത് പല പല അതേപോലത്തെ ഇവന്റുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്തൊരു എക്സ്കോം ഇതിനേലും സ്ട്രോങ്ങർ ആയിരിക്കും എന്ന് വിചാരിക്കണു. അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങളൊരു ലെഗസി കീപ്പ് ചെയ്തിട്ടുണ്ട്, കുറെ ഇവന്റുകൾ. അതേപോലെ നമ്മളുടെ IEDCയുടെ സ്റ്റാൻഡേർഡ്സ് ഇപ്പോൾ റീസെന്റ് എന്താ പറയാ ടോപ്പ് പെർഫോമർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു IEDC അല്ലെങ്കിൽ ഒരു കോൾ ഫോർ വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ സ്റ്റുഡൻസ് വരുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ ടീമിന്റെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യാം. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിവിടെ 4th ഇയറിലാണ് COO ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തത്. ഞാൻ ലിറ്ററലി സ്റ്റാർട്ടിങ് ഫ്രം ദ 2nd ഇയർ ഞാൻ ഇവിടുത്തെ എക്സ്കോമിലേക്ക് കയറാനായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. ആദ്യത്തെ എക്സ്കോം എനിക്ക് ഹെൽത്ത് ഇഷ്യൂ കാരണം മുടങ്ങി, തെറ്റി. രണ്ടാമത്തെ 2nd ഇയറിൽ പഠിക്കുമ്പോൾ ഞാനിത് അറിഞ്ഞില്ല, എക്സ്കോമിലേക്ക് കയറാനുള്ള കോള് ഞാൻ അറിഞ്ഞില്ല. 3rd ഇയറിലായിപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ കാരണം മുടങ്ങി. അപ്പൊ 4th ഇയറിൽ ഞാൻ ഉറപ്പിച്ചതാണ് ഈ സംഭവം എന്തായാലും എക്സ്കോമിൽ കയറണം എന്നുള്ളത്. ഇവിടെ കയറി കഴിഞ്ഞുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളല്ലാതാകുന്നുള്ളൊരു സെറ്റപ്പില് അത് ശരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കണം അതേപോലെ ആയിരിക്കും നിങ്ങൾ IEDCയിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും, അങ്ങനെ കുറെ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ IEDCയിലേക്ക് വരിക, വളണ്ടിയർ ആകുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുക, ഒരു പണി ഏറ്റെടുക്കുക, അത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എക്സ്പീരിയൻസ് ആണ്, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് കിട്ടണ ഒരു വേദിയാണ്. IEDC മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇവിടെ ഇരുന്ന് പഠിക്കാം, ഇവിടെ ഇരുന്ന് പ്രൊജക്റ്റ് ചെയ്യാം, ഇവിടെ ഇരുന്ന് കളിതാമാശകളാകാം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് IEDCയിൽ നിന്ന് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റാഫ്, ഫാക്കൽറ്റി ഇൻചാർജ് അശ്വതി മിസ്സും ഭയങ്കരമായിട്ട് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു മിസ്സാണ് അശ്വതി മിസ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ ടു ബി ഇൻ ദി IEDC. ദാറ്റ്സ് ഇറ്റ്.